നമ്മുടെ രാജ്യത്ത് വിവാഹം എന്നത് വ്യക്തിപരമായൊരു തെരഞ്ഞെടുപ്പായി കാണുന്നത് ഇന്നും വളരെ അപൂർവമാണ്. പ്രായപൂർത്തിയായ എല്ലാ മനുഷ്യരും, പ്രത്യേകിച്ച് സ്ത്രീകൾ, ജീവിതത്തിൽ നിർബന്ധമായും കൈവരിക്കേണ്ട ഒരു നാഴികക്കല്ലായിട്ടാണ് സമൂഹം വിവാഹത്തെ കാണുന്നത്. വിദ്യാഭ്യാസം നേടുക, ജോലി സമ്പാദിക്കുക എന്നതൊക്കെ ഒടുവിൽ ഒരു വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി മാത്രമാണെന്ന ചിന്താഗതി പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മൾ ഉപേക്ഷിച്ചു എന്ന് പലരും അവകാശപ്പെടാറുണ്ട്. എന്നാൽ 2026ലും യാഥാർത്ഥ്യം ഒട്ടും മാറിയിട്ടില്ലെന്ന് തെളിയിക്കുകയാണ് ഈ സംഭവം. പ്രശസ്ത ഡോക്ടറും ആരോഗ്യപത്രപ്രവർത്തകയുമായ ക്രിസ്റ്റിനസ് രത്നകിരുബ അടുത്തിടെ തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ പങ്കുവച്ച കുറിപ്പ് ഇതിനൊരു ഉദാഹരണമാണ്. മാതാപിതാക്കൾ തിരഞ്ഞെടുത്ത വ്യക്തിയെ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് അവർക്ക് നേരിടേണ്ടി വന്ന അപമാനത്തിന്റെയും കടുത്ത മാനസിക സമ്മർദ്ദത്തിന്റെയും തുറന്നുപറച്ചിലായിരുന്നു അത്. സ്ത്രീകളെ വിവാഹത്തിലേക്ക് തള്ളിവിടുന്ന ഏറ്റവും വലിയ ശക്തി ഈ സമൂഹമാണെന്നാണ് നമ്മൾ പൊതുവെ അനുമാനിക്കാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ സമ്മർദ്ദത്തിന്റെ ആദ്യത്തെയും ശക്തവുമായ ഉറവിടം പലപ്പോഴും സ്വന്തം മാതാപിതാക്കൾ തന്നെയാണ്. ക്രിസ്റ്റിനസിന്റെ ഈ തുറന്നുപറച്ചിൽ ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല. ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും സ്വന്തം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ വിവാഹം വേണ്ടെന്ന് വെക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഇന്നും ഇന്ത്യൻ സ്ത്രീകൾക്ക് പൂർണ്ണമായി ലഭിച്ചിട്ടില്ല എന്നതിന്റെ നേർക്കാഴ്ചയാണിത്.